ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. സോ ഇന്ന് നമുക്കൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എൻ്റെ എക്സാമൊക്കെ ആയതുകൊണ്ട് ഞാൻ ഒരുപാട് ദിവസങ്ങളായിട്ട് വീഡിയോസൊന്നും ഇടാതിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ എക്സാംസൊക്കെ കഴിഞ്ഞ് ഞാൻ ടോട്ടലി ഫ്രീ ആയി. അപ്പോൾ എങ്കിൽ പിന്നെ നമുക്ക് ഇന്ന് ഹെയർ കളർ ചെയ്യാനായിട്ട് നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നാളായിട്ട് ചെയ്യണം ചെയ്ത് കഴിഞ്ഞാൽ ബോറാകുമോ എന്നൊക്കെയുള്ള ഒരുപാടുള്ള ടെൻഷൻ്റെ പുറത്ത് നമ്മൾ ചെയ്യാതെ വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ എങ്കിൽ പിന്നെ ചെയ്യാം എന്ന് വിചാരിച്ച് നമ്മളിന്ന് പോവാണ് കേട്ടോ. അപ്പോൾ തിരുവല്ലയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ തിരുവല്ല അഷ്ടമുടി വെൽനസ് എന്ന് പറയുന്ന സലൂണിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ ഒപ്പമാണ് ഞാൻ പോയിട്ടുള്ളത്. അപ്പോൾ അവനാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ നമ്മൾ തിരുവല്ല എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഞങ്ങളുടെ വീട് വന്നിട്ട് റാന്നിയാണ്. അപ്പോൾ അവിടുന്ന് ഒരു ഏകദേശം ഒരു 45 മിനിറ്റ്സ് ഇല്ല, അതിൽ താഴെയുള്ളൂ. അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിരുവല്ല എത്തി. അപ്പോൾ ദാണ്ട് ആ കാണുന്നതാണ് അഷ്ടമുടി, ഓപ്പോസിറ്റ് അവിടെയാണ്. ഇതാണ് നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ മുകളിലായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഞാൻ തലേദിവസം തന്നെ ഒരുപാട് എൻക്വയറി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവരെ ആയിരുന്നു കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞത് പെർ സ്ട്രീക്കിന് ഒരു 250 റുപ്പീസാണ്. അപ്പം വേറെ കുറേ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ ഇതിലും റേറ്റ് കൂടുതലായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെ ഇവർക്ക് ഓൾ ഓവർ കേരള ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല വർക്കും കാര്യങ്ങളുമാണ്. അപ്പോൾ പിന്നെ ഇവിടെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ അവർ നമ്മുടെ അടുത്ത് ഏത് കളറ് വേണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മളെ വിളിച്ചിരുത്തി സംസാരിക്കും. അങ്ങനെ എൻ്റെ അടുത്ത് സംസാരിച്ചായിരുന്നു. അപ്പം ഞാനൊരു ബ്രൗൺ കളറ്, ഒരു എന്താ പറയുക, ഞാൻ ചെയ്തിട്ടുള്ളത് ക്യാപ്പിച്ചിനോ ബ്രൗൺ എന്ന് പറയുന്ന ആ ഒരു കളറായിരുന്നു. അപ്പം അത് അത്യാവശ്യം കുഴപ്പമില്ല. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഹെയർ വാഷാണ് കേട്ടോ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം ഇവർ നമ്മൾ ചെയ്യുന്നതിലും വളരെ പെർഫെക്റ്റ് ആയിട്ടെന്ന് വെച്ചാൽ ആ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ സ്പാ ഒക്കെ ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ അത് മനസ്സിലാവും. അവരുടെ കൈ ഇങ്ങനെ വിരൽ നമ്മുടെ തലയിൽ കൂടി ഇങ്ങനെ ഓടുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ നല്ല രീതിക്ക് അവർ എൻ്റെ തലയിൽ ഇതുണ്ടായിരുന്നു, ഓയിലുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിക്ക് ആ ഓയിൽ കളയാൻ വേണ്ടിയിട്ട് നല്ലോണം അവർ ആ ഒരു ഷാമ്പു ഇട്ടിട്ടൊന്ന് വാഷ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഹെയർ വാഷ് ആയിരുന്നു എനിക്ക്. ഞാൻ സലൂണിൽ പോയിട്ട് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മൾ ത്രെഡ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഞാനല്ലാതെ ഒന്നും തന്നെ ഹെയർ ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ എൻ്റെ മുടിയിലോ ഫേസിലോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് കൂടെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഹെയർ വാഷൊക്കെ ചെയ്തു. അതിനുശേഷം നേരെ നമുക്ക് ഹെയർ ഡ്രൈ ചെയ്യണമല്ലോ. അപ്പോൾ മുടി നന്നായിട്ട് ചീകി ജടയൊന്നും ഇല്ലാതാക്കിയിട്ട് നന്നായിട്ട് അതൊന്ന് ഡ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. ഒട്ടും വാട്ടർ കണ്ടൻറ്റ് ഇല്ലാതെ കംപ്ലീറ്റ്ലി ഡ്രൈ ചെയ്ത് അവരെടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ല എന്താ പറയുക, നമുക്കൊരു ബുദ്ധിമുട്ടും തോന്നാത്ത രീതിയിൽ വളരെ നമ്മുടെ മുടി നല്ല കെയർ ചെയ്തിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ. ഇപ്പം മുടി ചീകുമ്പോഴായാലും എനിക്ക് പ്രത്യേകം അത് ഫീൽ ചെയ്തു. കാരണം നമ്മുടെ മുടി വാഷ് ചെയ്യുമ്പോഴായാലും ചീകുമ്പോഴായാലും ആ ജടയൊക്കെ ഇടയ്ക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് പെയിൻ വരാത്ത രീതിയിൽ അത് കെയർഫുള്ളായിട്ട് മുടി പൊട്ടിപ്പോവാതെ വളരെ കെയർഫുള്ളായിട്ടാണ് അവരത് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് അവരുടെ വർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ മുടി ഇങ്ങനെ ഡ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം സമയം എടുക്കും കേട്ടോ. ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് 11 മണിയൊക്കെ ആയി. അപ്പം അവിടെ തിരുവല്ല എത്തിയപ്പോൾ തന്നെ ഏതാണ്ട് 12 മണിയോളം ആയിരുന്നു. ട്രാഫിക് ഉണ്ടായിരുന്നു ചെറിയ രീതിയിൽ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ 2 മണിക്കൂറോളം നമുക്ക് പ്രോസസ്സ് എടുത്തായിരുന്നു. അപ്പോൾ പിന്നീട് അവർ ഹെയർ പല സെക്ഷനായിട്ട് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ആ പുള്ളിക്കാരത്തി നാഗാലാൻഡുകാരിയാണ് കേട്ടോ. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മളിങ്ങനെ സംസാരിച്ച് എവിടെയാണ് വീട്, എന്നോട് ചോദിച്ചു എവിടെയാണ് വീട്, പേര്. അപ്പോൾ യൂട്യൂബ് ഉണ്ടെന്നൊക്കെ, ചാനലുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളായിരുന്നു. അങ്ങനെ ഹെയർ പാർട്ടീഷനൊക്കെ ചെയ്തു. അപ്പോൾ ടോട്ടൽ ഞാൻ ആദ്യം 8 സ്ട്രീക്ക് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. കാരണം എനിക്ക് പേടിയായിരുന്നു ഫസ്റ്റ് ടൈം ചെയ്യുന്നത് കൊണ്ട്. ഒരുപാടായി കഴിഞ്ഞ് ഇങ്ങനെ എടുത്ത് നിൽക്കുമോ, വൃത്തികേടാവുമോ, അങ്ങനെ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ച് 8 സ്ട്രീക്ക് ചെയ്യാം എന്ന്. പക്ഷെ പിന്നീട് വിചാരിച്ച് എന്തായാലും ചെയ്യല്ലെങ്കിൽ പിന്നെ 10 ചെയ്യാം. അപ്പോൾ എൻ്റെ ഹെയറിനനുസരിച്ച് അവർ പറഞ്ഞത് 8 മുതൽ 12 വരെ എന്നുള്ള കണക്കായിരുന്നു അവർ പറഞ്ഞിരുന്നത്.
അങ്ങനെ ഞാനൊരു 10 സ്ട്രീക്ക് ചെയ്യാവുന്ന അവസാനം ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഹെയർ പാർട്ടീഷൻ ചെയ്തിട്ട് ഫ്രണ്ടിൽ ഒരു 2 സ്ട്രീക്ക് വെച്ചിട്ട് 2 സൈഡിൽ, ബാക്കി ബാക്കിലും ചെയ്യാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. പിന്നെ നമ്മളോട് ചോദിക്കും യൂഷ്വലി ഏത് രീതിയിലാണ് നമ്മൾ മുടി കെട്ടാറ്, അപ്പോൾ അതിനനുസരിച്ച് വിസിബിളായിട്ട് കാണുന്ന രീതിയിലായിരിക്കും അവർ നമുക്ക് ചെയ്തു തരാം. ഞാൻ യൂഷ്വലി പോണിറ്റെയിലാണ് കൂടുതൽ കെട്ടാറ്, അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് എനിക്ക് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പാർട്ടീഷൻസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ചെയ്യുന്നതെന്ന് പറയുന്നത് അവർ ബാക്ക് പോർഷനിൽ ആ ബാക്കിൽ ചെയ്യുന്ന സ്ട്രീക്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഓരോ സ്ട്രീക്സ് ആയിട്ട് അവർ എടുക്കുകയാണ്. അപ്പം വളരെ കെയർഫുള്ളായിട്ടാണ് അവർ ആ ഒരു കോമ്പിൻ്റെ ബാക്ക് സൈഡ് കൊണ്ടിട്ട് അവരിങ്ങനെ സിഗ്സാഗ് പാറ്റേണിൽ എടുത്തിട്ട് ആ ഒരു രീതിയിൽ ഫോയിലിൽ വെച്ചിട്ടാണ് അവർ ആ ഒരു ക്രീം അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഞാനതൊക്കെ ഇങ്ങനെ നോക്കിക്കണ്ടിരിക്കുക. എപ്പോഴും ഞാൻ എൻ്റെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ ആലോചിക്കുന്നത് ഇത് ബോറാവും. എനിക്കുള്ളിൽ ടെൻഷനാണ്, കാരണം ഞാനിത് ഇന്നേ വരെ ചെയ്തിട്ടില്ലല്ലോ. അപ്പം നമ്മൾ അല്ലാതെ ഇപ്പോൾ ഗാർണിയറിൻ്റെ ഒക്കെ വെച്ചിട്ട് ഞാൻ 1 ടൈം ചെയ്തിട്ടുണ്ട്, ബ്ലീച്ചോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ എന്നാലും അത് അത്ര വലുതായിട്ട് നമുക്ക് അറിയത്തില്ലല്ലോ, അത് സൺലൈറ്റിൽ ഇങ്ങനെ ചെല്ലുമ്പോൾ മാത്രം ചെറിയൊരു ടിൻ്റ് എന്നുള്ള രീതിയിൽ അത് കാണത്തുള്ളൂ. പിന്നെ ഹെന്ന ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എങ്ങ് ബോറാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ഇരുന്ന് കൂടുതലും തുടക്കത്തിൽ ആലോചിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എന്തായാലും ചെയ്തൊക്കെ തുടങ്ങി. കുറേ ബാക്ക് സൈഡിൽ എത്രയോ 4 5 4ആണെന്ന് തോന്നുന്നു, എനിക്ക് നല്ല ഓർമ്മയില്ല, 4ആണോ സംതിങ്, അത്ര എന്തോ 4ആണോ 6ആണോ സംതിങ് അത്രയും സ്ട്രീക്സ് എടുത്തിട്ടുണ്ടായിരുന്നു ബാക്ക് സൈഡിൽ. ബാക്കിലാണ് ഏറ്റവും കൂടുതൽ സ്ട്രീക്സ് എടുത്തിട്ടുള്ളത്. ഫ്രണ്ട് പോർഷനിൽ ഫ്രണ്ട് ആയതുകൊണ്ട് കുറച്ചെടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്താ പറയുക, എനിക്ക് ഒരു ടെൻഷൻ, ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴേ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തെടുത്ത് നിൽക്കുമ്പോൾ ഒരു വൃത്തികേടായിരിക്കത്തില്ല. അപ്പം അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്തിട്ട് നമ്മൾ പിന്നീട് രണ്ടാമത് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ എന്തൊക്കെ എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്കതിനനുസരിച്ച് കൂട്ടാമല്ലോ. അപ്പം ആ ഒരു രീതിയിലാണ് ഞാൻ അന്നേരം ഇങ്ങനെ ചിന്തിച്ചത്. അങ്ങനെ പിന്നെ അതങ്ങ് കുഴപ്പമില്ല. പിന്നെ ആ ഒരു ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ മാറി. ചെയ്തൊരു പകുതിയൊക്കെ ആയപ്പോഴത്തേക്കിനും പുള്ളിക്കാരത്തോട് സംസാരിച്ചൊക്കെ അതങ്ങ് ഒരുമാതിരി അങ്ങ് ഓക്കെ ആയി. ഇപ്പോൾ ബാക്ക് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഇനിയിപ്പോൾ സൈഡിലത്തെ ആ ഒരു പോർഷൻസാണ് ചെയ്യുന്നത്. അപ്പോൾ സൈഡിൽ അവർ ഇതേപോലെ, എനിക്ക് തോന്നുന്നു ഒരു സൈഡിൽ 2 എണ്ണം സംതിങ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതേപോലെ പാർട്ടീഷൻ എടുത്തിട്ട് അവരിതേപോലെ സിഗ്സാഗ് പാറ്റേണിൽ എടുത്ത് അവരിതേപോലെ ഫോയിലിൽ ക്രീം പുരട്ടി ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഈ പ്രോസസ്സ് ഏതാണ്ട് എനിക്ക് തോന്നുന്നു അവിടെ തന്നെ ഏതാണ്ട് 2 hours സംതിങ് സ്പെൻഡ് ആയിട്ടുണ്ട്. നമ്മൾ ചെന്നിട്ട് ഹെയർ വാഷൊക്കെ ചെയ്തിട്ട് ഇത് വളരെ കെയർഫുള്ളായിട്ട്, വളരെ സമയം എടുത്ത് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് എടുക്കുന്ന കണ്ടില്ല ആ ഓരോ സിഗ്സാഗ് വളരെ കെയർഫുള്ളായിട്ട്, ഒരു മുടി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത്, ഫോണിൽ കൂടെ എനിക്ക് കാണാമായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് കെയർഫുള്ളായിട്ട് നല്ല വൃത്തിക്കാണ് ചെയ്തു തരുന്നത് കേട്ടോ. എനിക്ക് ഒത്തിരി അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു രീതിയിൽ അവർ ബേബി ഹെയർസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് ബാക്കി ഫുൾ ലെങ്ത് ഹെയറിലാണ് അവർ ക്രീം അപ്ലൈ ചെയ്യുന്നത്. അപ്പം അങ്ങനെ അവർ ചെയ്തു തരുന്നുണ്ട്. അങ്ങനെ ആ സൈഡിലത്തേതും കൂടെ അവർ അതേപോലെ ചെയ്തെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഹെയർ വാഷ് ചെയ്യാനാണ് പോയത്. ഹെയർ വാഷ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഏകദേശം ഒരു 3/4 മണിക്കൂർ എടുത്ത് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അങ്ങനെ നമ്മൾ കുറച്ച് നേരം അത് വെച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അവർ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആയോ നോക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷമാണ് നമ്മൾ ഹെയർ വാഷ് ചെയ്ത് നല്ല രീതിക്ക് ഹെയർ വാഷ് ചെയ്യും. വാഷ് ചെയ്തിട്ട് വന്നിട്ട് എനിക്ക് ട്രിം ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം എൻ്റെ ഹെയറിൻ്റെ അറ്റം വന്നിട്ട് എന്താ പറയുക അത്ര ഹെൽത്തി അല്ലായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ ഒരു ചെറിയൊരു യു കട്ട് എന്നുള്ള രീതിയിലൂടെ ഒന്ന് ട്രിം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വേറൊരു ചേച്ചിയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അതും വളരെ നനഞ്ഞ മുടിയാണല്ലോ, അപ്പോൾ ആ ഒരു കെയറൊക്കെ കൊടുത്ത് നല്ല പോലെയാണ് അവർ, നമുക്ക് യാതൊരു എന്താ പറയുക ഡിസ്കംഫർട്ടും ഫീൽ ചെയ്യില്ല. അപ്പം ആ ഒരു രീതിയിൽ കട്ടൊക്കെ ചെയ്തു. കട്ടെല്ലാം ചെയ്തതിന് ശേഷം പിന്നെയും ഹെയർ ഡ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് വരുന്നത്. അപ്പോൾ നല്ല രീതിക്കൊന്ന് ഡ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഓരോ ചെറിയ സെക്ഷൻസായിട്ട് എടുത്തിട്ടാണ് കേട്ടോ, അതും കുഞ്ഞു സെക്ഷൻസായിട്ട് എടുത്തിട്ട് നല്ല രീതിക്ക് അതൊന്ന് ഡ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പം ഓൾറെഡി എൻ്റെ ഹെയർ അത്യാവശ്യം സ്ട്രെയിറ്റ് ആണ്. പിന്നെ ചെറിയൊരു വേവിനെസ്, നമ്മളിങ്ങനെ മുടിയൊക്കെ പിന്നിടുമ്പം അതിൻ്റേതായിട്ടുള്ള ഒരു മടക്കമൊക്കെ മുടിക്ക് വരുമല്ലോ, അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു ചെറിയൊരു വേവ്നെസ് എൻ്റെ ഹെയറിനുണ്ട്. അപ്പോൾ പക്ഷേ ഈ ഒരു നമ്മൾ സ്ട്രെയിറ്റനിങ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇതിൽ.
ജസ്റ്റ് ഇങ്ങനെ ഡ്രൈ ചെയ്ത് എടുക്കുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം നമ്മുടെ ഹെയർ നല്ല രീതിക്ക് സ്ട്രെയിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. റിയലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡായി. അതാണ് മെയിൻ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ആ ഒരു രീതിയിൽ നല്ല വർക്കായിരുന്നു കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, കുളമാകുമോ, എനിക്ക് ചേരുമോ, എന്താ പറയുക, അങ്ങനെ ആവുമോ ഇങ്ങനെ ആവുമോ, നമുക്കൊരു 100 കൂട്ടം ടെൻഷൻ ഉണ്ടാവില്ലേ. അപ്പോൾ എന്തായാലും അറ്റ് ലാസ്റ്റ് എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാ സെക്ഷൻസും നമ്മൾ ഇതേപോലെ അവർ ഡ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വീണ്ടും എന്നിട്ട് ആദ്യം ഒരു ട്രിപ്പ് ഇങ്ങനെ ചെയ്തതിന് ശേഷം വീണ്ടും അവർ ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് ആ ഒരു വെറ്റ്നെസ് എന്നുള്ളത്, കംപ്ലീറ്റ് ആ ഒരു മോയ്സ്ചർ, വെള്ളത്തിൻ്റെ കണ്ടൻറ് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അവർ അത് മാറ്റിയെടുത്തിട്ടാണ്. പിന്നെ സിറം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്. അങ്ങനെ നമ്മുടെ പ്രോസസ്സിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോർഷനായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റേ ചേച്ചിയും കൂടെ വന്നു. എന്നിട്ട് ഫൈനൽ ടച്ചപ്പിലോട്ടാണ്. അപ്പോൾ ലാസ്റ്റ് ആ മുടിയിൽ എനിക്ക് തോന്നുന്നു സിറം ആണെന്ന് തോന്നുന്നു, ഇങ്ങനെ ഒരുപാട് ഫ്രിസി ആയിട്ട് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. നല്ല ഡ്രൈ ആയി കഴിയുമ്പം ഒരു ഇത് വരില്ലോ നമ്മുടെ ഹെയറിന്, അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സിറം ആണെന്ന് തോന്നുന്നു അപ്ലൈ ചെയ്തത്. അതിനുശേഷം അവർ ഫൈനൽ ടച്ചപ്പ് കൂടെ കൊടുത്ത് അപ്പോഴത്തേക്കിനും എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ മുടിയുടെ ടെക്സ്ചറും കാര്യങ്ങളും ആ കളറും അതൊക്കെ ഞാനിങ്ങനെ നോക്കുമായിരുന്നു അവർ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അത് അവർ നല്ല രീതിക്ക് തന്നെ അത് സെറ്റ് ചെയ്ത്, ഹെയർ നല്ല രീതിക്ക് എന്നോട് ചോദിച്ചായിരുന്നു സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്താൽ പോരെ, കാരണം ഓൾറെഡി എൻ്റെ ഹെയർ സ്ട്രെയിറ്റ് നേച്ചറാണ്, അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് സെറ്റ് ചെയ്താൽ പോരെയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് മതിയെന്ന് പറഞ്ഞു. എൻ്റെ ഹെയറിന് ഉള്ളില്ല, അപ്പോൾ ഉള്ളില്ലാത്തപ്പോൾ എനിക്ക് തോന്നി നമ്മൾ കേൾ ചെയ്തൊക്കെ ഇട്ടാലും ഒരുമാതിരി വൃത്തികേടായിരിക്കും. നല്ല ഉള്ളുള്ള ഹെയർ നല്ല കേൾ ചെയ്തിടുമ്പോഴായിരിക്കുമല്ലോ നല്ല ഭംഗി. എനിക്കധികം ഉള്ളില്ല ഹെയറിന്. അപ്പോൾ അത് കാരണം ഞാൻ എന്നാൽ പിന്നെ പറഞ്ഞു സ്ട്രെയിറ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്ന ആവും നല്ലതെന്നുള്ളവർക്ക് അത് പറഞ്ഞു. അവർ പ്രൊഫഷണൽസ് ആണല്ലോ, അവർക്കറിയാമായിരിക്കുമല്ലോ എന്താ ചേരുന്നത് എന്താ ചേരാത്തതെന്നൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു തന്നെ ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഏതാണ്ട് നമ്മുടെ ലാസ്റ്റ് പോർഷനിലോട്ടെത്തി ഒരു ഫൈനലായിട്ടുള്ള മിനുക്ക് പണികളാണിപ്പോൾ നടക്കുന്നത്. അങ്ങനെ നമ്മുടെ കലാപരിപാടികൾ അവസാനിച്ച്, എന്നിട്ട് അവസാനം സെറ്റ് ചെയ്യുക. അവർ സെറ്റിംഗ് സ്പ്രേ ആണെന്ന് തോന്നുന്നു, സെറ്റിംഗ് സ്പ്രേ ആയിരിക്കണം, അത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവസാനത്തെ സ്റ്റെപ്പായിട്ട് അതും അപ്ലൈ ചെയ്തു. എന്നിട്ട് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു ഹെയർ. നമ്മൾ അത്രയും അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ഹെയറിൻ്റെ ആ ഒരു ടെക്സ്ചറേ മാറിപ്പോവും. നമ്മളെന്തോ ട്രീറ്റ്മെൻറ്റ് ചെയ്ത പോലെ ആവും ഹെയർ. അപ്പം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഒരുപാട് തവണ ഇതൊക്കെ ചെയ്യുന്നവർക്ക് അത് എന്താ പറയുക, അവർക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവില്ല. പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തതുകൊണ്ട് പഴയ അതിൻ്റെ ഒരു ഹെയറും ഇപ്പോഴത്തെ ഹെയറും ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ കളറും കാര്യങ്ങളും. ക്യാമറയിൽ എത്രത്തോളം അറിയുമെന്നുള്ളത് എനിക്കറിയത്തില്ല. ഒത്തിരി അങ്ങ് ഹൈലൈറ്റഡ് ആയിട്ട് കാണിച്ചിട്ടുമില്ല, എന്നാൽ അറിയുകയും ചെയ്യാം. ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാടങ്ങ് എടുത്ത് നിൽക്കുന്ന കളറും അല്ല, എന്നാൽ അത്യാവശ്യം അറിയുകയും ചെയ്യാമെന്നുള്ള രീതിയിൽ. അപ്പോൾ ഫൈനൽ ലുക്ക് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. സോ അതായിരുന്നു നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ വെളിയിലോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ അതായി ഏകദേശം ഈ ഒരു സൺലൈറ്റിലൊക്കെ ഈ ഒരു കളറാണ് കേട്ടോ. അപ്പോൾ എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം 2 മണിയൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വന്നപ്പോഴാണ് ട്രെൻഡ്സ് കണ്ടത്. അവിടെ 70% ഓഫർ എന്നൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ നോക്കാമെന്ന് പറഞ്ഞിട്ട് കയറിയതാണ്. അപ്പം അവന് കുറച്ച് ഡ്രസ്സ് എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ ബാംഗ്ലൂർ പഠിക്കുകയാണ്. അപ്പോൾ അവൻ അവധിക്ക് വന്നതാണ് കുറച്ച് ദിവസത്തേക്കിന്. അപ്പോൾ എങ്കിൽ പിന്നെ അവന് കുറച്ച് ഡ്രസ്സ് എടുക്കാം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. അങ്ങനെ കയറിയപ്പം ഗേൾസിൻ്റെ സെക്ഷനിലൊക്കെ നല്ല സെലക്ഷന്, ഒരുപാട് കളക്ഷൻസ്. അവിടെ ഓഫറൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. 499, 299 അങ്ങനെ ഒരുപാട് റേഞ്ചിലുണ്ടായിരുന്നു. പക്ഷേ ബോയ്സിൻ്റെ സെക്ഷൻ മുകളിൽ അവിടെ വന്നപ്പോഴത്തേക്കിനും സെലക്ഷൻസ് കളക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഭയങ്കര റേറ്റ്. ഈ പറഞ്ഞ 70% ഓഫോ 50% ഓഫോ പോലും ഞാൻ കണ്ടില്ല. എല്ലാം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാനവിടെ കണ്ണാടി കണ്ടപ്പോഴത്തേക്കിനും എങ്കിൽ പിന്നെ നോക്കിക്കളയാം, നമ്മൾ കളറൊക്കെ ചെയ്തതല്ലേ, ഒരു ഫുൾ സൈസ് കണ്ണാടി കിട്ടിയപ്പോൾ ഞാൻ വിട്ടില്ല.
എന്തായാലും ഞാൻ നോക്കി, കണ്ണാടിയിലൊക്കെ നോക്കി, ഇഷ്ടമായി. അത് കഴിഞ്ഞ് അവിടെ കുറേ അവനിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. നോക്കിയപ്പം എല്ലാം എന്താ പറയുക, അവന് പറ്റിയതൊന്നും അവന് കിട്ടിയില്ല. ഒന്നുകിൽ റേറ്റ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ വേറെ എവിടെയെങ്കിലും നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഉണ്ടായേ. അങ്ങനെ ഞങ്ങൾ നേരെ മല്ലപ്പള്ളി വന്നു. മല്ലപ്പള്ളി അപ്പോഴത്തേക്കിന് ഞങ്ങൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. അപ്പോഴത്തേക്കിന് സമയം ഒരു 3:30-4 മണി ആവാറായിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡെലീഷ്യയിൽ കയറി. അപ്പോൾ അവിടെ കയറി ഒരു ഷേക്ക് കുടിക്കാമെന്ന് പറഞ്ഞു. അവന് സ്ട്രോബെറിയാണ്, ഞാൻ ഓറിയോയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കുടിച്ചു. അങ്ങനെ ഇത് ചെറിയൊരു വീഡിയോ ചുമ്മാ എടുത്താണ് കേട്ടോ. എനിക്ക് പിന്നെ ചുമ്മാ ആഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു, നിങ്ങളെ കൂടെ കൊതിപ്പിക്കാമല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഷേക്കായിരുന്നു. ആ ഷേക്ക് കുടിച്ചപ്പോഴത്തേനും ആ ഒരു വിശപ്പ് അങ്ങ് മാറി. അല്ലെങ്കിലും നമ്മൾ നല്ല വിശന്നിരിക്കുമ്പോൾ ഷേക്ക് കുടിച്ച് കഴിയുമ്പോഴത്തേക്കിനും ആ ഒരു വിശപ്പ് കെടാൻ ഏറ്റവും നല്ലത് ഷേക്കാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് പിന്നെ ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ ഓറിയോ ആണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവൻ സ്ട്രോബെറി ആയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് അവൻ എന്തായാലും ഷർട്ടൊക്കെ ഡ്രസ്സ് എടുക്കണമല്ലോ. എങ്കിൽ പിന്നെ ഇവിടെ ഒരു മല്ലപ്പള്ളിയിൽ ഒരു ഷോപ്പുണ്ട്, SM സിൽക്സ് എന്ന് പറയും. 2-3 കടയുണ്ട്. അതിൽ ഏറ്റവും പുതിയ ഒരു കടയാണിത്. ഇവിടെ അത്യാവശ്യം എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അത്യാവശ്യം കളക്ഷൻസും അത്ര വലിയ റേറ്റ് എന്നൊന്നും പറയാനില്ല. എന്നാൽ നമുക്ക് എന്താ പറയുക, അത്യാവശ്യം നല്ല സെലക്ഷനും ഉണ്ട്, എന്നാൽ വലിയ റേറ്റും അല്ല, അങ്ങനത്തെ ഒരു കടയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ജീൻസിൻ്റെ സെക്ഷനാണ് വന്നത്. അവിടെയും ഞാൻ കണ്ണാടി വെറുതെ വിട്ടില്ല. ഞങ്ങൾക്ക് വീണ്ടും കണ്ണാടി നോക്കി. അങ്ങനെ ജീൻസ് നോക്കി. അപ്പോൾ ആദ്യം അവർ സാധാ ടൈപ്പ് ജീൻസ് എടുത്ത് കാണിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു അവന് സാധാ ജീൻസ് വേണ്ട, അവനെന്തോ ബാഗി മതി എന്ന് പറഞ്ഞു. അപ്പോൾ ബാഗി ചോദിച്ചപ്പോൾ അവിടെ ബാഗി ഇല്ല, പാരച്യൂട്ട് ബാഗി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ അതൊക്കെ എടുത്തു. ഞാൻ ആ തക്കത്തിന് എൻ്റെ കുറേ കോപ്രായങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ ആ ഷർട്ടും ആ ജീൻസുമാണ് കേട്ടോ ആ മിററിൽ കാണിച്ചിട്ട് അതായിരുന്നു അവൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്കിഷ്ടപ്പെട്ടു. അതിന് ശേഷം അവന് 2 ടീഷർട്ടുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഞാനൊരു ഫാൻസി ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് വേറൊരു ചാനലിലൂടെ ഉണ്ട്, നിങ്ങളോട് ഞാനത് പറഞ്ഞിട്ടില്ല. നേരത്തെ ഒരു 1.5 ഇയർ ഞാൻ MSc പഠിക്കുന്നതിനൊക്കെ മുന്നേ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഒരു ടീച്ചിങ് ചാനലാണ്, വൈറ്റ് ബോർഡ് ഫിസിക്സ് എന്നാണ് കേട്ടോ പേര്. അപ്പോൾ ഫിസിക്സ് ആൻഡ് മാത്സ് ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നൊരു ക്ലാസ്സാണ്. അപ്പോൾ എങ്കിൽ പിന്നെ അതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബോർഡ് മേടിക്കാമെന്ന് വെച്ചപ്പോൾ പല ടൈപ്പ്, ഞാൻ ഈ വോളിൽ ഒട്ടിക്കുന്ന ടൈപ്പാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ ഇത്രയൊരു റോൾ ചെയ്യുന്ന ടൈപ്പ്, തൂക്കിയിടുന്ന ടൈപ്പാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതെന്തായാലും മേടിക്കാമെന്ന് വെച്ച് ഞാനത് മേടിച്ചു. അതും 2 മാർക്കറും പിന്നെ ഇങ്കും, പിന്നെ അമ്മയ്ക്ക് എന്താ പറയുക, അമ്മയ്ക്ക് വേണ്ടിയിട്ട് 1-2 സാധനങ്ങളൂടെ മേടിച്ചു. അതെല്ലാം മേടിച്ചപ്പോൾ അതിൻ്റെ സൈസൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ ഈ ഒരു സാധനം. നമുക്ക് പഠിക്കുന്നവരാണേലും നമുക്ക് പഠിക്കുന്ന ടൈമിൽ ആണേലും ഇത് വളരെ യൂസ്ഫുള്ളാണ്. അപ്പം വലിയ റേറ്റൊന്നും ഇല്ല, 130 റുപ്പീസ് എന്തോ ആണ് ഇതിനുള്ളത്. അപ്പോൾ അതിൻ്റെ ബില്ലിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴും എനിക്ക് അമ്മയെല്ലാം കാണിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാവർക്കും അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു രീതിയിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഹെയർ കളർ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കുറച്ച് നേരം എൻ്റെ ഭംഗിയൊക്കെ ഞാൻ ആസ്വദിച്ചിരുന്നു. അങ്ങനെ എന്നിട്ട് ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് പോട്ടെ. നല്ല വിശപ്പുണ്ടായിരുന്നു. ഇവിടെ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് അവൻ വന്നതുകൊണ്ട് വെച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ പോയി തട്ടിയിട്ടാണ് ഞാൻ പിന്നെ കിടന്നു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. ബൈ.